ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ റഹ്മത്ത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഇപ്പം ഞാൻ എനിക്കൊരു 3/4 കിലോ ചെമ്മീൻ കിട്ടി കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് മാറ്റുകയാണ്. പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ പുറത്തുനിന്നുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കും. നിങ്ങളതൊന്നും ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ എൻ്റെ ശബ്ദം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഈ ചെമ്മീനിന് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ. എടുത്തിന് അതിലേക്ക് ഒരു തക്കാളി, 5 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഒക്കെ ഇട്ട് ഇവിടെ പാത്രത്തിൽ വെച്ചിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇവിടെ ഇപ്പോൾ അടുത്തടുത്താണ് ക്വാർട്ടേഴ്സ്. അപ്പോൾ നല്ല ശബ്ദം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ശബ്ദത്തിനേക്കാളും നന്നായിട്ട് നിങ്ങൾക്ക് പുറത്തത്തെ ശബ്ദമാവും കേൾക്കണേ. ഇതിലേക്ക് ഞാൻ മസാലകളൊക്കെ ചേർക്കുകയാണ്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. എൻ്റെ മുളക് പൊടി തീരെ നല്ല എരിവുണ്ട്. പക്ഷേ നിങ്ങൾ മുളക് പൊടി എരിവില്ലെങ്കിൽ നിങ്ങളത് കുറച്ച് ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. പിന്നെ 1/4 ടീസ്പൂണാണ് ഈ മഞ്ഞൾപ്പൊടി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് നന്നായി യോജിപ്പിക്കുക. അപ്പം ഞാനിതിവിടെ യോജിപ്പിച്ചെടുക്കുകയാണ്. ആദ്യമായിട്ട് 2-3 വ്ളോഗായിട്ടുള്ള എടുക്കുന്നത്. അപ്പം അതിൻ്റേതായ ഒരു സംസാരത്തിനൊക്കെ ഒരു മിസ്റ്റേക്ക് കാണും. അപ്പം നിങ്ങളതൊക്കെ ക്ഷമിക്കണം. ഞാനത് വേവിക്കാൻ മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഓട്ടട ചട്ടിയാണ്. ഞാനിപ്പോൾ ഇത് യൂസ് ആക്കലില്ല, കാരണം ഓട്ടട വെച്ചിട്ട് നന്നാവണില്ല. അപ്പം ഞാൻ ഇങ്ങനെ മീനൊക്കെ ചൂടാക്കി എടുക്കാനൊക്കെ ഇതിലാണ് ചെയ്യൽ. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇത് ചൂടാക്കി എടുക്കാം കേട്ടോ. വല്ലാതെ തീ അങ്ങോട്ട് കൂട്ടി വെച്ച് കരിയിപ്പിക്കരുത്. അങ്ങനെ ചൂടാവുന്നതനുസരിച്ച് ഇതിൻ്റെ വെള്ളം അങ്ങനെ ഊറി വരും. ഈ വെള്ളം വറ്റണം. മൂടി വെച്ച് ഞാൻ അതങ്ങ് കാണിക്കാൻ വേണ്ടിയാണ് തുറന്ന് വെച്ച് കാണിക്കുന്നത്. ഇത് മൂടി വെച്ചിട്ട് വേണം വേവിക്കാൻ. അത് നന്നായി വെള്ളമൊക്കെ വറ്റി വന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കിത് കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കുക. ഇപ്പം കൊളസ്ട്രോൾ ആൾക്കാർ അതൊന്നും ഇങ്ങനെ ചെമ്മീൻ കാര്യങ്ങളൊന്നും തിന്നലുണ്ടല്ലോ. അപ്പം അങ്ങനത്തെവർക്കൊക്കെ അങ്ങനെ പറ്റും കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയല്ല, ഞാൻ അത് പൊരിച്ചെടുക്കുകയാണ്. അപ്പം ഗ്യാസിൻ്റെ മുകളിൽ ഞാൻ ചീനച്ചട്ടി വെച്ചിന്, അതിലേക്ക് എണ്ണ ഒഴിച്ചിരിക്കുകയാണ്. അപ്പം എണ്ണ ചൂടാവട്ടെ. അതിലേക്ക് ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കണം കേട്ടോ. അപ്പം എണ്ണ ചൂടായി വരുന്നേ ഉള്ളൂ. ചൂടായണം. അപ്പം ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞിട്ടിരിക്കണ്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല. അപ്പം ഞാൻ ചെമ്മീൻ അവിടെ മാറ്റി വെച്ചാൽ അപ്പോൾ അതിലേക്ക് ഇത് ചേർക്കണം. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മൊരിയണമെന്ന് ആവശ്യമാണെങ്കിൽ കുറച്ച് അധികം ഓയിൽ ഒഴിക്കുക, എന്നിട്ട് മൊരിപ്പിച്ചെടുക്കുക. അതല്ല നിങ്ങൾക്ക് കുറച്ച് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് കുറച്ച് മൊരിഞ്ഞാൽ മതി വെച്ചാൽ കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. അപ്പം നിങ്ങളെൻ്റെ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. അതൊക്കെ ചെയ്യാം. അപ്പം എൻ്റെ ചെമ്മീൻ നന്നായി മൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇനി മൊരിഞ്ഞ് വരുമ്പോൾ കറിവേപ്പിൻ്റെ ഇല, സവാള അതൊക്കെ ചേർക്കണമെങ്കിലൊക്കെ ചേർക്കട്ടോ. കൂടുതൽ മൊരിക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ അടുപ്പത്ത് വെച്ചാൽ മതി. കുറച്ചാണെങ്കിൽ കുറച്ച് തീ കത്തിച്ചാൽ മതി. എല്ലാവർക്കും താങ്ക് യു എൻ്റെ വീഡിയോ കണ്ടതിന് കേട്ടോ.